ഹലോ, അസ്സലാമു അലൈക്കും. നല്ല ഗുഡ് മോർണിംഗ് രാവിലെ. ഇപ്പോൾ നമ്മളൊരു കാർഷിക വൃത്തിയെക്കുറിച്ചിട്ടാണ് വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി കെട്ടിവെച്ചതാണ്. ഇത് പന്നി ശല്യം ഉള്ളത് കൊണ്ടേ രാത്രി കെട്ടിയിട്ട് രാവിലെ ഇതിൻ്റെ വളർച്ചയ്ക്ക് സൂര്യപ്രകാശം മറ്റും വേണ്ടി വരുമല്ലോ. അപ്പോൾ രാവിലെ ഒന്നിങ്ങനെ ഫ്രീ ആക്കി വെക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം മൂക്കണ സമയം നമ്മളെക്കാൾ പന്നിക്ക് അറിയും തോന്നുന്നുണ്ട്. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് കൂട്ടാൻ വയ്ക്കണം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ആ ദിവസം പന്നി കുത്തിക്കൊണ്ടുപോയി. അപ്പോൾ ഇത്രയും ദിവസം ഇത് മൂടാറില്ല, 2 ദിവസമായിട്ടുള്ള മൂടൽ തുടങ്ങിയിട്ട്. അപ്പോൾ അത് മൂത്തുവെന്ന് തോന്നിക്കഴിഞ്ഞാൽ പന്നി തിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മൂടിയത്. വേറെ പിന്നെ കൃഷിയുള്ളത് കഴുങ്ങുകളുണ്ട്. ഈ കഴുങ്ങൻ തൈകൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചതാണ്. 3 വർഷം കൊണ്ട് കായ്ക്കും. അപ്പോൾ ഇതിന് ജലസേചനമൊക്കെ 3-4 തരത്തിലാണ് ചെയ്യണത്. ഇതിന് മുകളിൽ വലിയൊരു ടാങ്ക് ഉണ്ട്. അതൊരു 10 അടി വിസ്തൃതി, നീളം വീതി, ഒരു 5 അടി ഉയരം ഉണ്ടാവും. കുറച്ച് വലിയ ടാങ്കാണ്. അതിൽ വെള്ളം ശേഖരിച്ചിട്ട് നനയ്ക്കുക ചെയ്യണത്. ഇപ്പോൾ ഇങ്ങനെയാണ് നനയ്ക്കണത്. ഇതിപ്പോ പന്നി കുത്തിയതാണ് വായ. ആ പന്നി അത് കുത്തുമ്പോൾ അവരുടെ വായയിൽ നിന്ന് ഒരു ഉമിനീരൊരു ദ്രാവകം വരുന്നതാണ്. അതതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വളരില്ല. അപ്പോൾ അതൊന്ന് വെട്ടിവിട്ടതാണ്. അപ്പോൾ കഷ്ടിച്ച് മുമ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ചെറിയ മരങ്ങളായതുകൊണ്ട് ഇങ്ങനെ നനയ്ക്കുകയാണ്. ഇനി കുറച്ചും കൂടി വലുതായി. ഇതിന് കഴുകിന് 3 വർഷത്തെ പ്രായമാണുള്ളത്. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ നനയ്ക്കുകയാണ്. 3 വർഷം കൊണ്ട് കായ്ക്കുന്നു പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതേപോലെ കായുണ്ടായി. അതാണിപ്പോൾ ഈ കാണുന്നത്. ഇത് കായ്ച്ചതാണ്. നമ്മൾ തെങ്ങിന് ചൊട്ടടും പറയും, കഴുങ്ങിനത് പറയുമോയെന്ന് അറിയില്ല. 3-4 എണ്ണം കായ്ച്ചു തുടങ്ങി. ഒന്നിതപ്പുറത്തുണ്ട്. അതിൽ 2 കൊലയുണ്ട്. ഒന്നിതാ വിരിഞ്ഞു, മറ്റേത് അത്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് വേറൊരു തരം സ്പ്രിങ്കിൾ എന്ന് പറയും, നനയ്ക്കുന്ന സംവിധാനം. ഇതിലെ പ്ലംബിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്യണതാണ്. ഇത് തിരിച്ചത് റൗണ്ട് ചെയ്ത് നന്നായിട്ട് നനയും. ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കുരുമുളക് തെങ്ങിൽ മാക്സിമം പടർത്താവുന്നതിലൊക്കെ പടർത്തും. കഴുങ്ങിൽ ഒക്കെ പടർത്തും. തെങ്ങിൽ പടർത്തിയെന്നു. അപ്പോൾ അത് 2 മിനിറ്റ് അതിൽ പിടിച്ചു വെച്ച് ഈ വെള്ളം ഇങ്ങനെ നനയുണ്ട്. അപ്പോൾ അതിൽ വെള്ളമായിട്ടുണ്ടാവും. അത് ഓഫാക്കാണ്. ഓഫാക്കല്ല, എല്ലാറ്റിനും പിടിച്ചു വയ്ക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ 2 മിനിറ്റ് ആയിട്ട് നനയ്ക്കുക ചെയ്യുക. ഇനി അപ്പുറത്താണ് അത് കാണാം. വേണ്ട, അതിൽ ഒരു കൗതുകകരമായ അത് കാലവർഷത്തിൽ ചാഞ്ഞതാണ്. അപ്പോൾ അതൊരു വീണത് വിദ്യയൊക്കെ പറയും പോലെ നമുക്കിപ്പോൾ ഇവിടെ ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇതൊരു പച്ചപ്പന്തൽ പോലെ, ഒരു തണൽ പോലെ നിൽക്കും.
അതുകൊണ്ട് നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊമ്പൊന്ന് വെട്ടിക്കൊടുത്താൽ മതി. അതങ്ങനെ മുട്ട കൊടുത്തതാണ്. പിന്നെ അതിന് കുറച്ച് വലിയ ശാഖ ഉണ്ടാവുന്നുണ്ട്. ഇത് വലുതായി വരുമ്പോൾ അതിന് ഇല്ലായ്മ ചെയ്ത പിന്നെ ഇതിൻ്റെ വീടിൻ്റെ ശല്യം ഒഴിവാകും. ഇത് ഒരു പ്രത്യേകതരം ഊഞ്ഞാല്. ഇത് നാട്ടിൻപുറത്തൊന്നും ഇപ്പോൾ ഇത് എവിടെയും കാണാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ അനിയൻ്റെ മകൻ കയറി കെട്ടിയതാണിത്. ഇത് ആടാനൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ്, ഒരു സൗകര്യമാണ്. അങ്ങനെ ആടാവുന്നേ ഉള്ളൂ. അങ്ങനെ ആടാം. പിന്നെ കരിമ്പനകളുടെ നാട്, പാലക്കാട് ജില്ലയ്ക്ക് കരിമ്പനകളുടെ നാട് എന്നൊരു പേരുണ്ട്. അതാണിത്. ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു കൗതുകത്തിന് 2 കുട്ടികൾക്ക് വരും കാലത്തിൽ കാണിച്ചു കൊടുക്കാൻ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ധാരാളം ഇളനീരൊക്കെ ഉണ്ട് അതിൽ. മാക്സിമം എല്ലാറ്റിലും കുരുമുളക് ഇടും. പിന്നെ ഇതൊരു കൗതുകത്തിന് വേണ്ടി വെച്ച ഒരു ചെടിയാണ്. ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞണങ്ങി. കരിയാൻ കാരണം ഞാൻ 2 മാസം ഇവിടെ ഉണ്ടായിരുന്നില്ല, ദുബായി പോയായിരുന്നു. അപ്പം നനയ്ക്കണ സിസ്റ്റം കുറച്ച് കുറഞ്ഞപ്പോൾ അത് കരിഞ്ഞതാ. അപ്പം നനയ്ക്കുണ്ട്, ശരിയായി വരും. ഇവിടെ പന്നി ശല്യം ധാരാളം ഉള്ളതാ. അതാണിപ്പോൾ നമുക്കൊരു കൃഷിക്കൊരു ഭീഷണി. ധാരാളം കിഴങ്ങ് വർഗ്ഗങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നതാ. ഇപ്പം അതൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇതൊക്കെ വാഴക്കൃഷിയായിരുന്നു, വാഴത്തോട്ടം. ഈ വാഴത്തോട്ടം പന്നികൾ നശിപ്പിക്കുക കാരണം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളതിൻ്റെ മുരട് ഭാഗം, വള്ളി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ശരിയാക്കി കുറച്ച് വെള്ളം നനച്ചു കൊടുത്താൽ അന്ന് പന്നി അത് കുത്തും. പന്നി ഭയങ്കര സൂത്രശാലിയാണ്. നേരെ മറിച്ച് അവർക്ക് തന്നെ അത് വള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കുത്തി തിന്നാൻ അവർക്ക് വയ്യ. അങ്ങനത്തെ ഒരു ചുറ്റുപാട്. ഇത് കാരണം കാട് മൂടി കിടക്കുകയാണ്. പലതരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉണ്ടാവും, പഴയ കാലത്ത് ഉണ്ടാക്കാം. ഇപ്പം അതിനൊന്നും വിടുന്നില്ല. ഞാൻ ഇടക്കൃഷി ചെയ്യേണ്ടി പറയുന്നത് എല്ലാ കുരുമുളകിലും ഇടക്കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നനയ്ക്കണ സമ്പ്രദായം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ, ഈ പ്ലംബിങ് സൗകര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. പിന്നെ ഇത് മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം തെറിക്കും. അവിടുത്തെ പോലെ സ്പ്രേ ചെയ്യാൻ ഇവിടെയും സൗകര്യങ്ങളുണ്ട്. അതിപ്പോൾ റൗണ്ട് ചെയ്ത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. അവിടെ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇവിടെ പറ്റും. ഒന്നും കൂടി സ്പീഡ് കൂടിയിട്ട് സ്പ്രേ ഉണ്ടാവും. കുറച്ച് ഉയരത്തിൽ മഴ പെയ്യണ രീതിയിൽ കുട്ടികൾക്കൊക്കെ അതൊരു കൗതുകമാണ്. അവർ മഴ പെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കുളിക്കും. അപ്പോൾ 2 കാര്യങ്ങൾ നടക്കും. നമുക്ക് ജലസേചനം നടക്കും, കുട്ടികൾക്കൊരു കൗതുകവും അതും നടക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് വലിയൊരു മാവാണ്. ധാരാളം മാങ്ങകൾ ഉണ്ടാവും. സ്വാദിഷ്ടമായ മാങ്ങകളാണ് ഉണ്ടാവുക. പിന്നെ മാങ്ങയെ പറ്റി പറയുമ്പോൾ അതിലൊരു ഗവേഷണപരമായ റിസർച്ച് പരമായ ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, ആ മാവ് അതാ പൂത്തണ്ണോ,
ആ മാവതാ പൂത്തന്നു. അത് രണ്ട് പ്രാവശ്യം പൂത്തിട്ട് അങ്ങനെ നിന്നു. അതിന് ഈ ഫംഗസ് അവരെ വന്ന് തിന്നും. ഫംഗസ്, ചെറിയ അണുക്കൾ, പുഴുക്കൾ, അതിൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ണിമാങ്ങ എന്ന് പറയുന്ന കാലത്തിൽ അതിനെ വന്ന് തിന്നുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ കാലാവസ്ഥയെ അത് നിരീക്ഷിക്കും. നല്ല മഴക്കാറുള്ള അന്തരീക്ഷമാണെങ്കിൽ, നമ്മളെ നാടൻ ഭാഷയിൽ പുളി എന്നൊക്കെ പറയും, പഴയ ആൾക്കാർക്കൊക്കെ അത് അറിയണതാണ്. അപ്പോൾ ആ ജാതി കാലഘട്ടത്തിൽ അത് പൂക്കാൻ നോക്കുമ്പോൾ അന്തരീക്ഷം ഒരു തണുത്ത അന്തരീക്ഷമാണെങ്കിൽ അത് അങ്ങനെ നിർത്തും. എന്നിട്ട് ചുട്ട നല്ല വെയിലുള്ള സമയത്ത് മാത്രമാണ് അത് പൂവിടുള്ളൂ. അത്ര വെയിൽ അത് എന്തിനാ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മറ്റ് ഫംഗസും മറ്റുള്ളതും ആ വെയിലുണ്ടാകുമ്പോൾ അടുക്കാതിരിക്കാനാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ മനസ്സിലാക്കിയതിൽ വ്യത്യസ്തത ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാം, കുഴപ്പമില്ല. ഇപ്പോൾ ധാരാളം പൂവുകൾ വിട്ടിട്ടുണ്ട്. നല്ല മാങ്ങയായിരിക്കും, മാക്സിമം നല്ല വലിപ്പം ഉണ്ടാവും. അങ്ങനത്തെ ഒരു വർഗ്ഗമാണ്. പിന്നെ ഇത് കിണറാണ്. ഇതെന്നാണ് ഇപ്പോൾ ജലസേചനം. മോട്ടറുണ്ട്, ഇപ്പം മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് വേറൊരു തരം സ്പ്രേ ആണ്. അതിൻ്റെ സിസ്റ്റം മാറ്റിയിട്ട് കൊടുത്താൽ അത് മഴ പെയ്യുന്ന രീതിയിൽ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിപ്പോൾ മാറ്റിയിട്ട് കാണിച്ചു തരാം. പ്ലംബിംഗ് വർക്കിനൊന്നും ആരും സഹായത്തിന് വിളിക്കാറില്ല, ഞാൻ തന്നെ ചെയ്യാറാണ്. ആ ഉയരത്തിൽ ആ വെള്ളം ചാടുന്നതും ഒക്കെ ഞാൻ തന്നെ സ്വയം ചെയ്യണതാണ്. ഇനി തുറന്ന 4 ഭാഗം സ്പ്രേ ചെയ്യും. ഇനി അതും സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉണ്ട്. കൂടുതൽ വ്യാസത്തിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ചില സിസ്റ്റങ്ങൾ ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കൂടുതൽ വ്യാസത്തിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇതിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലുണ്ട് ഇടക്കൃഷി, കുരുമുളക്, മറ്റു സാധനങ്ങളൊക്കെ. പിന്നെ ഇത് വാഗൺ ഫ്രൂട്ടാണ്. 1 വർഷമായിട്ടുള്ളൂ വെച്ചിട്ട്, ഫലങ്ങളാവുന്നുള്ളൂ. എല്ലാറ്റിനും പരിചരണവും നനയും മുഖ്യ കാരണമാണ്. അതുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ സ്പീഡിൽ വരുന്നത് എന്താ പറഞ്ഞാൽ അതിലേക്ക് വെള്ളം തുറന്നു വിട്ടതാണ്. അതിങ്ങോട്ട് മാറ്റി വെക്കണം. ഇതിങ്ങനെ ഓരോ മിനിറ്റ് ചോട്ടിലിങ്ങനെ പിടിച്ചു നനയ്ക്കാം. കുരുമുളക് 2 രീതിയിലുള്ള കുരുമുളകാണ് ഇവിടെ ഉള്ളത്. ഒന്നും ശരിക്കും ഒരു ചാണ് വലിപ്പത്തിലുള്ള കുരുമുളക് ഉണ്ടാകും. മറ്റേത് നാടൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇല ചെറിയ ഇലയായിരിക്കും. ഇത് വലിയ കുരുമുളക് ഉണ്ടാവണം. അതിന്റെ ഇല കണ്ടില്ലേ വലിപ്പമുള്ളത്. ഈ ചെറിയ കുരുമുളക് ഉണ്ടാവുന്നതാണ് ഇതിന്റെ ഇല അത്ര വലിപ്പം ഉണ്ടാവില്ല. പക്ഷെ ഇത് നല്ല നിറയെ ഉണ്ടാവും. പക്ഷെ ചെറിയ കൊലയായിരിക്കും. അതാണ് അതിന്റെ വ്യത്യാസം. അങ്ങനെ 2 പേരാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മളെ വീടിന്റെ അടുത്തായതുകൊണ്ട് പരിചരണമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ജലസേചന സൗകര്യം എന്ന് പറയുന്നത് സർക്കാർ നമുക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. കൃഷിയെ എന്നും പോഷിപ്പിക്കുകയും ഡെവലപ്മെന്റ് ചെയ്യേണ്ടതും സർക്കാരിന്റെ ഒരു അനിവാര്യ ഘടകമാണ് അതൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് പിന്നൊരു അവസരത്തിൽ
ആ വെള്ളം റൗണ്ട് ചെയ്യണതാ. പിന്നെ പലതരം ഫ്രൂട്ട് ഉണ്ട്. വാഗൺ ഫ്രൂട്ട് ഇപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു. അപ്പുറത്ത് റംബുട്ടാനുണ്ട്. മറ്റ് വ്യത്യസ്തങ്ങളായ ഫ്രൂട്ടുകളൊക്കെ അതിൽ നല്ലോണം പഴവർഗ്ഗം ഉണ്ടാവും. ഇത് മുറികൂട്ടി എന്ന് പറയും. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ മുറികൂട്ടി വല്ലാത്ത വിലപ്പെട്ട സാധനമാണ്. കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ചെറിയൊരു എന്തെങ്കിലും കുറ്റിയോ മുള്ളോ തറയ്ക്കോ അപ്പം നമ്മൾ ഇതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് അതിൽ വെച്ചു കൊടുത്താൽ അത് അപ്പം തന്നെ പിന്നെ അതിൻ്റെ ആ മുറിയായതിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കാറില്ല. അങ്ങനെ പിഴിഞ്ഞിട്ട് ഒരു ഒറ്റിച്ചാൽ മതി. രാവിലെ ഉണ്ടായി ഞാൻ എന്തായാലും ഒറ്റിച്ചതാ. അപ്പോൾ അത് നല്ലൊരു ഔഷധ ഗുണമുള്ള സാധനമാണ്. ഇതിങ്ങനെ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ പിടിച്ചു കൊടുത്താൽ അവിടെ നല്ലോണം ഒരു കുളിർമയായി. ഇപ്പോൾ അതാ ഈ കഴുങ്ങൊക്കെ നല്ല കുളിർമയിലാണ് നിൽക്കുന്നത്. ഈ കഴുങ്ങിനൊക്കെ ഞാൻ ഇടക്കൃഷി എന്നുള്ള നിലയിൽ കുരുമുളകും വയ്ക്കാറുണ്ട്. ശരി, ഇനി ഒരു അവസരത്തിൽ കാണാം. അസ്സലാമു അലൈക്കും.